വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കൊടുക്കണം. 1 രൂപയ്ക്കാണ് വിദ്യാർത്ഥികളെ കൊണ്ടുപോകണം. നിങ്ങൾ ഒന്നും കൂടി നിങ്ങൾ എടുത്ത് പറയാണ്, 1 രൂപയാണ് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക്. 1 ലിറ്റർ ഡീസലിൻ്റെ വില 104 രൂപയാണ്. 104 വിദ്യാർത്ഥികളെ കയറ്റിയാലേ 1 ലിറ്റർ ഡീസൽ അടിക്കാനുള്ള പണം ഞങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഞങ്ങളുടെ ബസ്സുകളിൽ കയറുന്ന മഹാഭൂരിപക്ഷം യാത്രക്കാരും വിദ്യാർത്ഥികളാണ്. അവരുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചിട്ട് 15 വർഷമായി. അത് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് 2 കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ട് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ആ കമ്മീഷൻ്റെ റിപ്പോർട്ടിന് മുകളിൽ കഴിഞ്ഞ സർക്കാർ അടയിരിക്കുകയായിരുന്നു. ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. കോവിഡിന് ശേഷം സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യുന്നത് സ്ത്രീകൾ ആണ് പ്രധാനമായി ഉള്ളത്. സാധാരണ പുരുഷ യാത്രക്കാരൊക്കെ ഇപ്പോൾ അവരുടെ സ്വന്തം വാഹനത്തിലും ഒക്കെ ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ബസ്സുകളിലുള്ള യാത്രക്കാർ സ്ത്രീകൾ മാത്രമാണ്. ആ സ്ത്രീ യാത്രക്കാരെ കൂടി സ്വകാര്യ ബസ്സുകളിൽ നിന്ന് അകറ്റാവുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾക്ക് ഒരു ദിവസം പോലും ഓടാൻ കഴിയാത്ത സ്ഥിതി വരും. നിങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നവരാണ്. സ്വകാര്യ ബസ്സുകൾ ഇല്ലാത്തൊരു പ്രഭാതം. സ്വകാര്യ ബസ്സുകൾ ഓടുന്നില്ല, സ്വകാര്യ ബസ് ഓടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒക്കെ നിങ്ങൾക്കറിയാം. KSRTCക്ക് എത്രത്തോളം ഞങ്ങളെ കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓരോരുത്തരും ചിന്തിച്ച് നോക്കൂ. KSRTC ഫ്ലീറ്റ് സ്ട്രെങ്ത്തൊക്കെ നിങ്ങൾക്കറിയാം. അതിൽ എത്ര എണ്ണം ഓടുന്നു അറിയാം. കണക്കുകളൊക്കെ പലതും പറയുന്നുണ്ടെങ്കിലും അവരുടെ ഓടുന്ന ബസ്സുകളുടെ എണ്ണം വളരെ ചുരുക്കുക. അപ്പോൾ സ്വകാര്യ ബസ്സുകൾ ഓടിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ജനങ്ങളുടെ യാത്രാക്ലേശം അത് ഞങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, ഞങ്ങളുടെ ഉടമകളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. ഈ നാട്ടിലെ സാധാരണക്കാരായ ബസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ബസ് യാത്രക്കാർക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഞങ്ങൾ ഓടിയില്ലെങ്കിൽ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഞങ്ങളുടെ യാത്രക്കാരും കൂടെ മറ്റൊരു ബസ്സുകളിൽ കയറാൻ തുടങ്ങിയാൽ ഞങ്ങൾക്ക് ഓടാൻ കഴിയില്ല. ഡീസലൊന്നും ഞങ്ങൾക്ക് കടം കിട്ടില്ല. KSRTCക്ക് പോലും ഡീസൽ ഇന്ന് ഓയിൽ കമ്പനിക്കാർ കടം കൊടുക്കാത്തൊരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഇന്നും നാളെ 1-2 ദിവസമൊക്കെ ഞങ്ങൾക്ക് ഉടമ്പില്ല. 3-ാം ദിവസവും ഞങ്ങൾ നിർത്തേണ്ടി വരും. സംസ്ഥാനത്തിൻ്റെ എറണാകുളം അപ്പുറമുള്ള തെക്കോട്ട് ജില്ലകളിലൊക്കെ സ്വകാര്യ ബസ്സിൻ്റെ അതിൻ്റെ ഒപ്പത്തിനൊപ്പം KSRTCയിൽ ഓടുന്നതാണ്. യാത്രക്കാർ ഇത്രയും പൈസ ലാഭം കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്ത്രീകൾ ആ ബസ്സുകൾ കാത്തു നിൽക്കും. അപ്പോൾ അത്തരം ബസ്സുകൾക്ക് ഉടനടി അവർ ഓട്ടം നിർത്തേണ്ടതായിട്ട് വരും. ഈ വടക്കോട്ട് ഇപ്പോൾ തൽക്കാലം പ്രയാസമില്ലെങ്കിലും നാളെയും മറ്റന്നാളുമായിട്ട് ഈ ബസ്സുകളൊക്കെ വീണ്ടും അതാത് MLA-മാർ മലബാറിലെ MLA-മാരാണ് കൂടുതൽ ജയിച്ചു വന്നിട്ടുള്ള UDF സർക്കാരിൻ്റെ കീഴിൽ. അവരൊക്കെ ഞങ്ങളുടെ മേഖലയിലും ബസ്സുകൾ വേണം, KSRTC സൗജന്യ ബസ് വേണമെന്ന് ആവശ്യപ്പെട്ട ഗവൺമെൻറ് കൊടുക്കില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വകാര്യ ബസ്സുകൾ സംസ്ഥാനത്ത് തന്നെ ഇല്ലാതെയാവുന്ന സ്ഥിതി വരും. സ്വകാര്യ ബസ്സുകൾ സംസ്ഥാനത്ത് ഇല്ലാതാവുമെന്ന് വന്നാൽ ആദ്യം ബാധിക്കുന്ന ഞങ്ങളെക്കാളും നാട്ടുകാരെക്കാളും ഒപ്പം തന്നെ ഇതിൽ 1 ലക്ഷത്തിലധികം ആളുകൾ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും തൊഴിലെടുക്കുന്നവരാണ്. നമ്മുടെ തൊഴിൽ മേഖലയ്ക്ക് അന്യ സംസ്ഥാന തൊഴിലാളികൾ കടന്നു വരാത്ത സംസ്ഥാനത്തെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് സ്വകാര്യ ബസ് മേഖല. ഇതിലെ തൊഴിലാളികളുടെ തൊഴിലെല്ലാം ഇല്ലാതാവുന്നൊരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വരിക. അപ്പോൾ ഈ സാഹചര്യത്തിൽ KSRTC ഇപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു, സ്ത്രീ യാത്രക്കാർക്ക് ഞങ്ങൾ ഫ്രീ കൊടുക്കുന്നതോടുകൂടി KSRTCക്ക് വർഷം 60 മാസം 70 കോടിയിലധികം രൂപ നഷ്ടം വരും. ഇപ്പോഴേ 120 കോടി രൂപ കൊടുക്കുന്നുണ്ട്, ഇനി 70 കോടി കൂടി കൊടുക്കേണ്ടി വരുന്നുള്ള സ്ഥിതിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പങ്കുവച്ചേ. അപ്പോൾ 200 കോടിയിലധികം രൂപ മാസം KSRTCക്ക് കൊടുക്കുമ്പോൾ ഞങ്ങളും KSRTC ചെയ്യുന്ന അതേ സേവനങ്ങൾ തന്നെയാണ് ഞങ്ങളും ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഓരോ വർഷവും 1,20,000 രൂപ സംസ്ഥാന സർക്കാരിലേക്ക് നികുതി അടയ്ക്കുന്നവരാ. ഞങ്ങളടിക്കുന്ന ഡീസലിൻ്റെ സെയിൽ ടാക്സ് 22.76%. ഞങ്ങൾ രാവിലെ ബസ് റോഡിലിറക്കി പമ്പിൽ ഓടാൻ തയ്യാറാകുമ്പോൾ ആദ്യം ഡീസൽ ഫുള്ളായിട്ടാണ് ഓടുക. ഡീസൽ ഫുള്ളാക്കി ഓടുമ്പോൾ ഖജനാവിലേക്ക് 2,500 രൂപ 100 ലിറ്റർ ഡീസൽ അടിക്കുന്ന ബസ്സിന് 2,276 രൂപ ഖജനാവിലേക്ക് കൊടുത്തിട്ടാണ് ഞങ്ങൾ വണ്ടി ഇറങ്ങുന്നത്. ഞങ്ങളുടെ വാഹന നികുതി, ഞങ്ങൾ ഉപയോഗിക്കുന്ന മറ്റ് വാറ്റ് ഉൾപ്പെടെയുള്ള മറ്റ് നികുതികൾ വലിയ സംഖ്യ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്ക് നികുതി ഇടത്തിൽ അടയ്ക്കുന്നവരാണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ. എന്നാൽ KSRTC എന്താ ഈ 200 കോടിക്ക് പുറമെ അവർക്ക് 10 കൊല്ലത്തെ വാഹന നികുതി ഒഴിവാക്കി കൊടുത്തിരിക്കുകയാണ്. അവർക്ക് ഒട്ടനവധി ആനുകൂല്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഞങ്ങളെക്കാൾ 3 രൂപ കുറച്ച് അവർക്ക് ഡീസലിന് കിട്ടുന്ന സാഹചര്യമുണ്ട്. എന്നിട്ട് പോലും ഒരു KSRTC ഓടാൻ ചെറിയ കണക്ക് ബാലഗോപാൽ ധനകാര്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണ്, 12,600 കോടി രൂപയാണ് കഴിഞ്ഞ സർക്കാർ 12,600 കോടി രൂപ ആണ് സർക്കാർ KSRTCക്ക് വേണ്ടി ചെലവാക്കിയത്. നിയമസഭയിലെ ബഡ്ജറ്റ് പ്രസംഗ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞതാണ്. അത് കണക്ക് നോക്കുമ്പോൾ ഈ ഇത്രയും 3,500 KSRTC ബസ് ഓടാൻ 12,500
കോടി രൂപ കൊടുക്കണമെങ്കിൽ ഒരു ബസ് ഓടാൻ 12,000-13,000 രൂപ അങ്ങോട്ട് കൊടുത്തിട്ടാണ് KSRTC ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണം കൊടുത്തിട്ടാണ് KSRTC സർവീസ് നടത്തുന്നത്. ആ KSRTC ആണ് ഇപ്പോൾ നമ്മുടെ ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഉതകുന്ന തരത്തിലേക്ക് നടപടിയുമായിട്ട് ഗവൺമെൻറ് വരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ജനങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾ ആദ്യം നിങ്ങളോട് അവതരിപ്പിക്കുന്നത്. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 50 ലക്ഷം രൂപ മുതലാക്കിയ വാഹനം ഞങ്ങൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഭീമമായ പലിശയ്ക്ക് കടം വാങ്ങി ഞങ്ങൾ ബസ് റോഡിലിറക്കിയവരാണ്. സംരംഭകർ എന്ന നിലയിൽ ഒരു വ്യവസായം നടത്താൻ, ഒരു തൊഴിൽ നടത്താൻ ഞങ്ങൾ ഇറങ്ങി തിരിച്ചവരാണ്. ഞങ്ങൾ നാളെ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളോട് ഇതൊക്കെ നിർത്തി പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ എവിടേക്ക് പോകും എന്നുള്ള ആശങ്കയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഞങ്ങൾ ആകെ ഒരു പ്രതീക്ഷ ഈ 19-ാം തീയതിയുള്ള ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി ആയിട്ടുള്ള ശ്രീ സതീശൻ്റെ ബഡ്ജറ്റ് പ്രസംഗത്തെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. 19-ാം തീയതിക്കുള്ളിൽ സ്വകാര്യ ബസ്സുകൾ സംരക്ഷിക്കാൻ ഞങ്ങളൊരു പാക്കേജാണ്. ഞങ്ങളിപ്പോൾ ഒരു വ്യവസായം ഒരു സർക്കാർ ജനങ്ങൾക്ക് ജനക്ഷേമകരമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്താൻ ഒരു സർക്കാർ തീരുമാനിച്ച് അവർക്ക് സൗജന്യം കൊടുക്കാൻ പറയുമ്പോൾ ബസ് ഉടമകൾ സമരത്തിന് പോകണമെന്നുള്ള ഒരു വാക്ക് ചർച്ചയൊക്കെ ഞങ്ങളുടെ ഇടയിൽ വരാനിടയുണ്ട്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, സർക്കാർ ജനക്ഷേമകരമായിട്ടുള്ള ഒരു പ്രവർത്തനം പ്രഖ്യാപിക്കുമ്പോൾ വലിയൊരു വ്യവസായത്തെ തകർത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങൾക്ക് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ വളരെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ ഇന്നത്തെ സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ 19-ാം തീയതിക്ക് ശേഷം 19-ാം തീയതിയിലത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിന് ശേഷം ഞങ്ങൾ ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് നീങ്ങാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ഞങ്ങൾ ഇവിടെ ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി യോഗമാണിത്. സംസ്ഥാനത്ത് വേറെയും സംഘടനകളുണ്ട്. അവരൊക്കെ യോഗങ്ങൾ ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഇതിന് ശേഷം ഞങ്ങൾ 19-ാം തീയതിക്ക് ശേഷം മറ്റെല്ലാ സംഘടനകളുമായി യോജിച്ച് നിർത്തിക്കൊണ്ട് ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാർ 19-ാം തീയതി ബഡ്ജറ്റ് പ്രസംഗത്തിൽ 19-ാമത്തെ ബജറ്റിന് ശേഷം സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു പാക്കേജ് ഇല്ലെങ്കിൽ ഞങ്ങളൊരു പാക്കേജാണ്. ഞങ്ങൾ സൗജന്യം കൊടുക്കണമെന്നൊന്നും ഞങ്ങളെതിരല്ല. സൗജന്യം കൊടുക്കാം, സർക്കാർ കൊടുത്തോട്ടെ. പക്ഷേ ഇവിടെ ഒരേ സ്വഭാവത്തിൽ, ഒരേ പെർമിറ്റിൽ, ഒരേ സമയത്ത് സർക്കാർ നൽകുന്ന മുഴുവൻ സാമൂഹികത നിറവേറ്റിക്കൊണ്ട് പോകുന്ന ഒരു 2 പേരെ 2 തരത്തിൽ കാണുക. ഒരു ബസ്സിൽ കയറിയാൽ ഫ്രീ കൊടുക്കുക, മറ്റൊരു ബസ്സിൽ കയറിയാൽ നിങ്ങൾ കാശ് വേണമെന്ന് പറഞ്ഞ് ഒരേ തരത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ സമത്വത്തിന് ഒരു സമത്വം നീതിയൊന്നും ഇവിടെ ഇല്ല. നമ്മുടെ നാട്ടിൽ ബിസിനസ് നടത്തുമ്പോൾ ഇതിനൊരു സമത്വം വേണ്ടേ? ഒരു പാർഷ്യാലിറ്റി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുന്ന, ഈ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ സംവിധാനമായ സ്വകാര്യ ബസ്സുകൾ സംരക്ഷിക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഞങ്ങൾ ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ടുള്ള സമര പരിപാടിയിലേക്ക് നീങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ സമാന സംഘടനകളും ഞങ്ങൾ മാത്രമൊന്നുമല്ല അവിടെ സംഘടനകൾ, വേറെ സംഘടനകളുണ്ട്. ഈ സംഘടനകളുമായിട്ട് മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു സമരത്തിൻ്റെ തീയതി ഞങ്ങൾ 19-ന് ശേഷം പ്രഖ്യാപിക്കും. അതിന് ശേഷമാണ് ഞങ്ങൾ മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്.